സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണി വയനാട് പോലീസിന്റെ പിടിയിൽ. ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് പിടിയിലായത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് നിരവധി ലഹരിമരുന്ന് ഇടപാടുകൾ നടത്തിയതായി പോലീസ് അറിയിച്ചു. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, വ്യാപക പരിശോധന ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെ പിടികൂടിയിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, സാധാരണഗതിയിൽ ഈ അന്വേഷണം ഇതിന്റെ ഉറവിടത്തിലേക്ക് എത്താറില്ല. പക്ഷേ ഈ വയനാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ ഉറവിടത്തിലേക്ക് തന്നെ എത്തുന്ന നിലയിലാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 24-ാം തീയതി 94 ഗ്രാം MDMA-യുമായി ഒരു മലപ്പുറം സ്വദേശിയായ ഷഫീഖിനെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ ടാൻസാനിയൻ സ്വദേശിയിലേക്ക് എത്തിയിട്ടുള്ളത്. ടാൻസാനിയൻ സ്വദേശിയായിട്ടുള്ള 25 വയസ്സുള്ള പ്രിൻസ് സാംസനാണ് പിടിയിലായിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരുവിൽ പോയാണ് ഈ വയനാട്ടിലെ പോലീസ് സംഘം ഇവരെ പിടികൂടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ അവിടെ ഒരു കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. ഇപ്പോൾ വയനാട് SP ആയിട്ടുള്ള തപോഷ് ബസുധാരി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയായിരുന്നു ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്? നമുക്ക് ആദ്യത്തെ പ്രതി കിട്ടുമ്പോൾ തന്നെ നമ്മൾ കുറേ ഇൻട്രോഗേഷൻ ചെയ്ത് കഴിഞ്ഞ് അയാളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ കുറച്ച് ഇല്ലീഗലായിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻ കണ്ടില്ല. ആ ട്രാൻസാക്ഷനിൽ കുറച്ച് ടെക്നിക്കൽ അനലൈസിസ് ചെയ്തതിന് ശേഷം ആ ബാംഗ്ലൂരിലുള്ള ഒരു അഡ്രസ്സിൽ എത്തി. കുറച്ച് ദിവസം അഡ്രസ്സ് പരിശോധിക്കാൻ വേണ്ടി ഒബ്സർവറിനെ വയ്ക്കാൻ വേണ്ടി നാൻസാബിൻ്റെ കുറച്ച് സംഘങ്ങൾ അവിടേക്ക് ആയിരുന്നു. ആ ഒബ്സർവറിന് ശേഷം നമുക്ക് ഇയാൾ വരെ എത്തിക്കാനുള്ള ഒരു എവിഡൻസ് നമുക്ക് കിട്ടി. ഇയാളുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് മനസ്സിലായി. അതിനുശേഷം IP ബത്തേരിയുള്ള ഒരു നേതൃത്വത്തിൽ ഒരു ടീമിനെ വിട്ടിട്ട് ഇയാളിനെ നമ്മൾ പിടികൂടി. ഇയാൾ അവിടെ കഴിഞ്ഞിരുന്നത് ഈ കോളേജിൽ പഠിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. നിലവിലുള്ള ഡോക്യുമെൻറ്റ് പരിശോധിച്ചതിൽ നമുക്ക് ഇയാൾ ഒരു ഈ സ്റ്റുഡൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ കോളേജിൽ അത്ര പോകുന്നില്ല. ഇയാൾക്ക് കുറേ എക്സാമിലെ ബാക്കുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഇത് എല്ലാം പൂർത്തിയാക്കാൻ ആയിരുന്നു. പക്ഷേ ബാക്ക് ഉണ്ടായത് കൊണ്ടും ഈ എല്ലാം കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം പക്ഷേ ഈ ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ അയാളുടെ സ്വന്തം അക്കൗണ്ട് ഇല്ലാതും ഒരു ഇല്ലീഗൽ അക്കൗണ്ട് ഇവനെ കൈകാര്യം ചെയ്യുകയാണ്. അയാളുടെ ഈ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത്. പക്ഷേ സ്റ്റുഡൻറ് ആണെങ്കിലും ഈ ലഹരി കടത്തത്തിൽ ഒരു പ്രധാന ആളാണെന്ന് നമുക്ക് മനസ്സിലായത്. 80 ലക്ഷത്തോളം രൂപയുടെ ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു 100 ഗ്രാമിൻ്റെ പൗഡർ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അത് ലഹരി വസ്തുവാണോ എന്നുള്ളതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും നിർണായകമായ ഒരു അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണിപ്പോൾ ഇങ്ങനെ ഒരു ടാൻസാനിയ സ്വദേശിയെ വയനാട് പോലീസിന് പിടികൂടാൻ കഴിയുന്നത്. അതായത് ഉറവിടത്തിലേക്ക് കയറി ആ പോലീസ് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയെയാണ് വയനാട് പോലീസ് പിടികൂടിയത്. ടാൻസാനിയൻ സ്വദേശിയാണ് ഇയാൾ. പ്രിൻസ് സാംസൺ എന്നാണ് പേര്. കോളേജ് വിദ്യാർത്ഥിയാണ്. പക്ഷേ കോളേജിലൊന്നും കൃത്യമായി പോകുന്നില്ല എന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇത്തരം വിവരങ്ങൾ ലഭിക്കുകയും സംശയം തോന്നുകയും പിന്നീട് ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇയാൾ ലഹരിമരുന്ന് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലുകൾ പോലീസ് നടത്തുകയും ചെയ്തത്.